ഹലോ സ്റ്റുഡൻസ്, എജു പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ 10th മലയാളത്തിലെ ചാപ്റ്റർ 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു കവിത ആണ് വരുന്നത്. പ്രിയനെ തേടി എന്നാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ നെയിം വരുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നമ്മുടെ മലയാളത്തിൻ്റെ തന്നെ ഭക്തികാവ്യ ശാഖയുടെ ഭാഗമായിട്ട് കണക്കാക്കപ്പെടുന്ന കൃതി എഴുതിയിട്ടുള്ള കൃഷ്ണഗാഥ എഴുതിയിട്ടുള്ള നമ്മൾ ചെറുശ്ശേരിയാണ്. അദ്ദേഹത്തിൻ്റെ കവിതയാണ് ഇന്ന് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് കവിതയിലേക്ക് കിടക്കാം. ചെറുശ്ശേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവുന്ന ഒരു മഹാകവിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയനെ തേടി എന്ന ഈ ഒരു കവിതാഭാഗം നമ്മുടെ കൃഷ്ണഗാഥയുടെ ആ ഒരു ട്യൂണുമായിട്ടാണ് ഞാൻ അതിൻ്റെ ഈണത്തിലും താളത്തിലുമാണ് പാടി അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരുന്നത്. എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ എന്തായാലും കേൾക്കാം. അപ്പം ചെറുശ്ശേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഈ കവിയുടെ ഇല്ലപ്പേരാണ് ചെറുശ്ശേരി എന്നത്. അദ്ദേഹം കോലോത്ത് രാജാവായിട്ടുള്ള ഉദയവർമ്മൻ്റെ സദസ്യനായിരുന്നു. പിന്നീട് ഉദയവർമ്മനാണ് ഇങ്ങനൊരു കൃഷ്ണഗാഥ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് എഴുതാൻ വേണ്ടിയിട്ട് ചെറുശ്ശേരിയോട് റിക്വസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് കൃഷ്ണഗാഥ പിറന്നതും. അപ്പോൾ നമ്മുടെ ഈ ഒരു കൃഷ്ണനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ടും കൃഷ്ണനെ തേടി ഇറങ്ങുന്ന ഗോപികമാരാണ് ഈ പ്രിയനെ തേടി എന്ന ഈ ഒരു കവിതയിലുടനീളം ഉള്ളത്. നമുക്ക് കവിതയിലേക്ക് കിടക്കാം. കണ്ണ കണ്ണ എന്നു തിണ്ണം വിളിച്ചുടൻ കണ്ണുനീർ കൊണ്ടു കുളിച്ചു ചെമ്മേ ചാരുത്തമാണ്ടുള്ള ദാരുക്കളോടും തൻ ചാരത്തു ചേർന്നൊരു വല്ലിയോടും കോകങ്ങളോടും നൽകോകിലം തന്നോടും കൂകുന്ന കേകികളോടും പിന്നെ ചോദിച്ചു ചോദിച്ചു നീളെ നടന്നാരെ ചൊൽക്കൊള്ളുമേനങ്ങൾ തങ്ങളോടും. ഈ വരികളിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗോപികമാർ അവർ കണ്ണനെ തേടി ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ്? കണ്ണ കണ്ണ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് വൃന്ദാവനത്തിലൂടെ കണ്ണനെ അന്വേഷിച്ചിട്ട് ഗോപികമാർ ഗോപികമാരെ കണ്ണനെ അന്വേഷിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കണ്ണുനീർ കൊണ്ട് കുളിച്ചു ചെമ്മേ, അവരൊക്കെ എന്താണ് കണ്ണുനീർ കൊണ്ട് കണ്ണനെ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല, അവരൊക്കെ കണ്ണുനീരിൽ കുളിച്ചിട്ടുണ്ട്. പോകുന്ന വഴി അവർ ആരോടൊക്കെയാണ് കൃഷ്ണനെ കുറിച്ച് ചോദിക്കുന്നത്? അതാണ് നെക്സ്റ്റ് ലൈനിൽ പറയുന്നത്. ചാരുത്വമാണ്ടുള്ള ധാരുക്കളോട്, ഭംഗിയുള്ള ധാരുക്കളോട്, മരങ്ങളോട്, അതിൻ്റെ തൻ ചാരത്തു ചേർന്നൊരു വള്ളിയോടും. വള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളി എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അപ്പം ആ ഒരു മരത്തിനോട് ചേർന്ന് നിൽക്കുന്ന വള്ളികളോടും അവർ കൃഷ്ണനെ കുറിച്ച് ചോദിക്കുകയാണ്. കോകങ്ങളോടും നൽ കോകിലം തന്നോടും. കോകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്രവാക പക്ഷികളാണ്. നൽ കോകിലം, കോകിലം വരുന്നത് കുയിലുകളാണ്. കൂകുന്ന കേകികളോടും. കൂകുന്ന കേകികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്? മയിലിനെയാണ് കേട്ടോ. കേകികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മയിലിനെയാണ്. കൂടാതെ പിന്നെ ചോദിച്ചു ചോദിച്ചു നീളെ നടന്നാരെ ചൊൽക്കൊള്ളു മേണങ്ങൾ തങ്ങളോടും. ഇവയ്ക്ക് പുറമെ ആരോടും കൂടെയാണ് ഈ ഗോപികമാർ ചോദിക്കുന്നത്? മാനുകളോടും കൂടെ ചോദിക്കുന്നതാണ് കൃഷ്ണനെ കണ്ടോ എന്ന്. അപ്പം ഈ ഒരു വരികളിൽ നമ്മൾ കാണുന്നത് ഗോപികമാർ അവർ കൃഷ്ണനെ അന്വേഷിച്ച് പോകുന്ന വഴിയിൽ കൃഷ്ണനെ കുറിച്ച് പലരോടായിട്ട് ചോദിക്കുന്നുണ്ട്, കൃഷ്ണനെ കണ്ടോ എന്ന്. ആദ്യം ചോദിക്കുന്നത് ദാരുക്കളോട്, മരങ്ങളോട്, പിന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന വള്ളികളോട് ചോദിക്കുന്നുണ്ട്. ചക്രവാക പക്ഷികളോട് ചോദിക്കുന്നു, കുയിലുകളോട് ചോദിക്കുന്നു. കൂടാതെ മയിലിനോടും മാനുകളോടും. ഏണങ്ങളാണ് കേട്ടോ മാനുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. മാനുകളോടും കൃഷ്ണനെ കുറിച്ച് അന്വേഷിക്കുന്നു. ഇനി നെക്സ്റ്റ് വരി നോക്കാം. കോകിലമേ ചൊല്ലി ഗോകുലനാഥനെ പോകുന്നതി വഴി കണ്ടിലല്ലേ ഓലക്കമാണ്ടവൻ കോലക്കുഴലോടു ചാലപ്പടിച്ചായി നീ ഇന്നു തോന്നും. ഇനിയിപ്പം കോകിലം നമ്മൾ എന്ത് പറഞ്ഞു? കുയിലാണല്ലേ കോകിലം. അപ്പം കോകിലത്തോട് ചോദിക്കുകയാണ്, നീ ഗോകുലനാഥനെ ഈ വഴി പോകുന്നത് കണ്ടോ എന്ന്. അപ്പം കൂടാതെ എന്താ പറയുന്നത്?
നീ കാണാൻ സാധ്യതയുണ്ട്. നീ പാടുന്ന പാട്ട് കേട്ടാൽ അവൻ്റെ ഓടക്കുഴലിൽ നിന്ന് പഠിച്ചതാണെന്ന് തോന്നുന്നുണ്ടെന്ന്. ഓലക്ക മാണ്ടവൻ കോലക്കുഴലോടു ചാല പഠിച്ചായി നീ എന്ന് തോന്നും. അതായത് അവൻ പഠിപ്പിച്ച പോലെയാണ് നീ ഇപ്പം പാടുന്നതെന്ന് ഞങ്ങൾക്ക് പ്രതീതമാവുന്നുണ്ട് എന്നാണ് ആ ഗോപസ്ത്രീകൾ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വരി നോക്കാം. പിച്ചകമേ നിന്നെ ചൊല്ലച്യുതൻ വന്നു നിന്നിച്ചയിൽ നിന്നെ തഴുകിനാനോ മുട്ടുകളാകിന കോൾമയിർ കൊണ്ടിതാ വട്ടത്തിൽ നിന്നയിൽ കാണാകുന്നു. ഇനി ആരോടാ നെക്സ്റ്റ് ചോദിക്കുന്നത്? പിച്ചകത്തോടാണ്. പിച്ചകത്തോട് ഇവർ ചോദിക്കുന്നതാണ്. അച്യുതൻ വന്നിട്ട്, അച്യുതൻ ഇവിടെ വിശേഷിപ്പിക്കുന്നത് കൃഷ്ണനെ പല രൂപത്തിൽ ഇവർ വിശേഷിക്കുന്നുണ്ട് കേട്ടോ. ഗോകുലനാഥൻ എന്ന് വിളിക്കുന്നുണ്ട്, ഇപ്പോൾ ഇതാ അച്യുതൻ എന്ന് പറയുന്നുണ്ട്. അപ്പം പിച്ചകമേ നീ പറയൂ, അച്യുതൻ നിന്നെ തഴുകിയിട്ടുണ്ടോയെന്ന്. നിന്റെ ദേഹം മുഴുവന് നോക്കിക്കഴിഞ്ഞാൽ രോമാഞ്ചം കൊണ്ട് മൊട്ടുകൾ വിരിഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. മൊട്ടുകളായി രോമാഞ്ചം പൊന്തി വരുന്നത് പോലെ ഞങ്ങൾക്ക് കാണപ്പെടുന്നെന്ന് അവർ പിച്ചകത്തോട് പറയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അത്തിയെ കേളങ്ങൾ ചിത്തം മയക്കുന്നോരത്തിരയലങ്ങളെ കൈവെടിഞ്ഞാൻ അത്തി സന്തതം കത്തിയിഴുന്നിട്ടങ്ങത്തിയായിതു മേനിയെല്ലാം. ഇനി അവരെന്താണ്, ആരോടാ ചോദിക്കുന്നത്? അത്തിമരത്തോടാണ് ചോദിക്കുന്നത്. അത്തിമരത്തിനോട് ചോദിക്കുന്നതല്ല, അവരോട് പറയുക ചെയ്യുന്നത് നിനക്കൊരു കാര്യം കേൾക്കണമെന്ന്. അവരുടെ സങ്കടം പറയുന്നത് അത്തിമരത്തോടാണ്. ഇതുവരെ ഉണ്ടായിരുന്നത് എല്ലാവരോടും കൃഷ്ണനെ കണ്ടോ എന്ന് ചോദിക്കുന്ന, പക്ഷേ അവർ കൂടുതലായിട്ട് അത്തിയോട് എന്ന് പറയുന്നത് എനിക്കൊരു കാര്യം കേൾക്കണോ, ഞങ്ങളുടെ മനസ്സിനെ മയക്കിയെടുക്കുന്ന ആ ഒരു കള്ളകൃഷ്ണൻ, ആ ധീരൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നുവെന്ന്. ദുഃഖം കൊണ്ടിട്ട് അവരുടെ അസ്ഥി തന്നെ കത്തിയിരിഞ്ഞു പോകുന്ന പോലെ അവർക്ക് പ്രതീതമാവുകയാണെന്ന്. ആ തീ ഉണ്ടല്ലോ, ആ ഒരു തീ അവരുടെ ദേഹം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നതെന്ന് ഗോപസ്ത്രീകൾ അത്തിയോട് പറയാണ്. നെക്സ്റ്റ് പറയുന്ന വരികൾ നോക്കാം നമുക്ക്. കുന്തമേ നീന്തു കുമ്പിട്ടു നിൽക്കുന്നു നന്ദസൂതൻ നിന്നെ നിന്ദിച്ചാനോ പുഞ്ചിരി തന്നോടു തോറ്റതൊഴിച്ചു നിന്നെഞ്ചിൽ വെറുപ്പോ മറ്റില്ലയല്ലേ. കുന്തം, ഇവിടെ കുന്തം എന്ന് പറയുന്നത് കുരുക്കുത്തി മുല്ലയാണ് കേട്ടോ. കുരുക്കുത്തി മുല്ലയാണ് ആ ഒരു കുന്തം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അവർ കുന്തത്തോട്, കുരുക്കുത്തി മുല്ലയോട് ചോദിക്കുന്നതാണ്, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നതെന്ന്. നന്ദസൂതൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദപുത്രനായിട്ടുള്ള, നന്ദരുടെ മകനായിട്ടുള്ള, ആരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കൃഷ്ണനെ തന്നെ അല്ലേ. കൃഷ്ണൻ നിന്നെ നിന്ദിക്കുകയുണ്ടായോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ അവൻ്റെ പുഞ്ചിരി തന്നോട് തോറ്റതൊഴിച്ചു നെഞ്ചിൽ വെറുപ്പു മറ്റില്ലയല്ലേന്ന്. ആ ഒരു പുഞ്ചിരിയിൽ, അവൻ്റെ പുഞ്ചിരിയോട് തോറ്റതൊഴിച്ചാൽ നിനക്ക് അവനോട് മറ്റൊരു വിരോധങ്ങളൊന്നും ഇല്ലല്ലോ എന്നാണ് ഇവിടെ ഗോപസ്ത്രീകൾ കുന്തത്തോട്, കുരുക്കുത്തി മുല്ലയോട് ചോദിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഏണങ്ങളേന്തു നൂണങ്ങു പായുന്നു ബാണങ്ങളല്ലേ ഞങ്ങൾ ചൊല്ലാം ക്ഷീണങ്ങളെങ്ങൾക്കു വന്നതോ ചൊല്ലുവാൻ കേണങ്ങളിങ്ങനെ പായുന്നിപ്പോൾ കേകികളെ നിങ്ങൾ ഞങ്ങളോ വന്നൊരു കേശവൻ തന്നെ എന്നുണ്ടോ കണ്ടു പീലികൾ കോലുവോൻ ചാലക്കളിച്ചവൻ ബാലകന്മാരുമായി വന്നീലല്ലേ. ഇനി നെക്സ്റ്റ് അവർ ആരോടാ ചോദിക്കുന്നത്? ഏണങ്ങളോട്. ഏണങ്ങൾ നമ്മൾ നേരത്തെ മുൻപത്തെ വരികളിൽ കണ്ടതാണല്ലേ. ഏണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുകളെയാണ് പരാമർശിക്കുന്നത്. എന്തുകൊണ്ടാണ് മാനുകളെ നിങ്ങളിങ്ങനെ പതുങ്ങി ഓടുന്നതെന്ന്, നൂണങ്ങ് പായുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇങ്ങനെ പതുങ്ങി പോകുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബാണങ്ങളല്ല ഈ ഞങ്ങളെന്ന്. അവരെന്താണ്, അവരുടെ പാച്ചിൽ, ഗോപസ്ത്രീകളുടെ പാച്ചിൽ കണ്ടിട്ട് മാനുകൾ പ്രതീക്ഷിക്കണത് ബാണങ്ങളാണോ എന്ന്. അപ്പം ഞങ്ങൾ ബാണങ്ങളല്ല, ഞങ്ങളെ അതേപോലെ നിനക്ക് തോന്നിയോ എന്നാണ് മാനുകളോട് ഗോപസ്ത്രീകൾ ചോദിക്കുന്നത് കേട്ടോ. പിന്നെ ക്ഷീണങ്ങളെങ്ങൾക്ക് വന്നത് ചൊല്ലുവാൻ കേണങ്ങൾ ഇങ്ങനെ പായുന്നിപ്പോൾ എന്ന്. അതായത് ഞങ്ങൾക്ക് വന്നു ചേർന്ന ക്ഷീണങ്ങളെക്കുറിച്ച് പറയുവാനാണ് ഞങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ട് ഇപ്പോൾ
ഓടുന്നതെന്നാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് കേകികളെ നിങ്ങൾ ഞങ്ങളോ വന്നൊരു കേശവൻ തന്നെയും ഉണ്ടോ കണ്ടു. കേകികളെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. കേകികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മയിലുകളെയാണ് അർത്ഥം വരുന്നത്. ഞങ്ങൾ സ്നേഹിച്ച കേശവനെ നിങ്ങൾ കാണുകയുണ്ടായോ എന്ന് ചോദിക്കുകയാണ് മയിലുകളോട്. പീലികൾ കോലുവാൻ ചാലക്കളിച്ചവൻ ബാലകന്മാരുമായി വന്നീലല്ലേന്ന്. പീലികൾ അണിയാൻ വേണ്ടി പിള്ളേരോടൊത്ത് കളിച്ച് അവൻ ഇവിടെ വരികയുണ്ടായിട്ടില്ലേന്ന്. അതായത് കൃഷ്ണൻ്റെ മുടിയിലെ ആ ഒരു മയിൽപ്പീലി അതിവിടെ ആയിരിക്കും ഉണ്ടാവുന്നത്, മയിലുകളുടെ അടുത്തായിരിക്കും അല്ലേ മയിൽപ്പീലി ഉണ്ടാവുന്നത്. അപ്പോൾ ആ ബാലകന്മാരെയും കൂട്ടിയിട്ട് മയിലിൻ്റെ അടുത്ത് ആ ഒരു മയിൽപ്പീലി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ഗോകുല നായകൻ പോകുന്നതിന്നും കോകങ്ങളെ നിങ്ങൾ കണ്ടില്ലല്ലേ, ഖേദിച്ചു പോയുടൻ നീളെ നടന്നെങ്ങൾ ചോദിച്ചിതെങ്ങുമേ കണ്ടുതില്ലേ. ഇനി പറയുന്നത് ഗോകുല നായകൻ പോകുന്നതിങ്ങും കോകങ്ങളെ നിങ്ങൾ കണ്ടില്ലല്ലേന്ന്. കോകങ്ങൾ ചക്രവാകങ്ങളെ, ആ ഒരു ഗോപാലൻ ഇതിലെ എങ്ങാനും പോകുന്നത് നിങ്ങൾ കാണുകയുണ്ടായോ എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ ദുഃഖിച്ച് എല്ലായിടത്തും വിളിച്ചു ചോദിച്ചു, ഒരു ഇടത്തും കണ്ടില്ല. ഖേദിച്ചു പോയുടൻ നീളെ നടന്നങ്ങൾ ചോദിച്ചതെങ്ങുമേ കണ്ടതില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. കൈതേ ഞാൻ നിന്നോടു മെല്ലെന്നു ചോദിച്ചാൽ കൈതവും കൈവിട്ടു ചൊല്ലണം നീ, എങ്ങളോ വന്നുള്ളൊരോ മനക്കാന്തനെ ഇങ്ങോ വരുള്ളതോ പന്തിയിലല്ലേ. ഇനി നെക്സ്റ്റ് അവർ ആരോടാ ചോദിക്കുന്നേ? കൈതയോട്. കൈതപ്പൂവ് കേട്ടിട്ടുണ്ടാവൂലേ. കൈത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൂജയ്ക്ക് എടുക്കാത്ത ഒരു പൂവാണ് കൈത വരുന്നത്. അതിൻ്റെ ഒരു സ്റ്റോറി വേറെ ഉണ്ട്, ഞാനിത് ഇവിടെ പറയുന്നില്ല, കുറച്ച് ദീർഘമാവും നമ്മുടെ ഈ ഒരു ക്ലാസ്. സോ ആ ഒരു പൂവാണ് കൈതപ്പൂവ്, എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ ആ കൈതേനോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, ഞാൻ നിന്നോട് മെല്ലൊന്ന് ചോദിച്ചാൽ കൈതവം വിട്ടൊന്ന് ചൊല്ലണം നീന്ന്. കള്ളം, കൈതവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളം നുണ പറയരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നുണ അല്ലെങ്കിൽ കൈതവം നുണ അല്ലെങ്കിൽ കള്ളം പറയരുത് എന്ന് അവർ അപേക്ഷിക്കുകയാണ്. കാരണം കൈതേൻ്റെ കേസിൽ അങ്ങനെ ഒരു കള്ളം പറഞ്ഞൊരു സ്റ്റോറിയാണ് അതിൻ്റെ പിന്നാലെ ഉള്ളത്, അതുകൊണ്ടാണ് അതിവിടെ പരാമർശിക്കുന്നത്. പിന്നെ എന്താ ചോദിക്കുന്നത്? എങ്ങളും വന്നുള്ളോ രോമനക്കാന്തനെ ഇങ്ങു വരുന്നത് കണ്ടില്ലല്ലേന്ന്. അതായത് ഞങ്ങൾ സ്നേഹിച്ച മനോഹരനായ ഞങ്ങളുടെ കൃഷ്ണൻ നാഥന് ഇതുവഴി വരുന്നത് നീ കണ്ടോ എന്നാണ് ഗോപസ്ത്രീകൾ ചോദിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. കാർമുകിൽ പോലെ അവന്നു നിറം തന്നെ കാർക്കുഴലൊട്ടുണ്ടു കിട്ടി ചെമ്മേ, കയ്യിൽ കുഴലുണ്ടു കാലിൽ ചിലമ്പുണ്ടു മെയ്യിലമ്മാൻ കൂറ്റപ്പോർക്കുമുണ്ടേ, മഞ്ഞൾ നിറം തോഞ്ഞ കൂറയുടുത്തുണ്ടു മഞ്ജുള മായാമൊഴിയുമുണ്ടേ, നെറ്റിന്മേൽ താണാക്കുരുൾ നിറയുമുണ്ടു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. കാർമുകിൽ പോലെ അവന്നു നിറം തന്നെ. ഇവിടെ എന്താണ്? അവൻ്റെ ലക്ഷണം പറഞ്ഞു കൊടുക്കുന്നതാണ്. ആർക്ക്? കൈതക്ക് വേണ്ടി, കൈതയോട്. അപ്പം കൈതേനോട് എന്താണ് പറയുന്നത്? കാർമുകിലിൻ്റെ നിറമാണ് അവന്, നല്ല കറുത്ത മുടിയാണ്. കാർക്കുഴൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത മുടിയാണ് കേട്ടോ. കെട്ടിച്ചെമ്മേ, കറുത്ത മുടി, അത് കുറച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കയ്യിൽ ഒരു ഓലക്കുഴലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കാലിലാണെങ്കിൽ ചിലമ്പുണ്ട്, മെയിൽ അമ്മാൻ പൂച്ച കൂർപ്പുമുണ്ട്. കൂർപ്പുമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലങ്കാരമുണ്ടെന്നാണ്. അമ്മാൻ പൂച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭംഗിയുള്ള അലങ്കാരങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ മഞ്ഞൾ നിറം തോഞ്ഞ, മഞ്ഞൾ നിറമുള്ള വസ്ത്രങ്ങളാണ് അവൻ ധരിക്കുന്നതിന്. കൂറയുടുത്തുണ്ടോന്ന്, കൂറ എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്ത്രം എന്നാണ് കേട്ടോ പ്രതിപാദിക്കുന്നത്. കൂറയുടുത്തുണ്ടോ മഞ്ജുളമായ മൊഴിയുമുണ്ടേന്ന്. അതായത് അവന് മനോഹരമായിട്ടുള്ള സംഭാഷണം, അത്രയും എല്ലാവരെയും അവനിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണമാണ് അവൻ്റേതാണെന്ന് പറയുന്നത്. ഇനി നെറ്റിന്മേൽ താണ കുരുൾനിരയും ഉണ്ടേന്ന്. നെറ്റിയിൽ കുറുനിര വീണ് കിടക്കുന്നത് പോലെ നമുക്ക് കാണാമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നേരില്ല യാതൊരു കാന്തിയുണ്ടേ,
കുങ്കുമം കൊണ്ടു തൊടു കുറിയിട്ടുണ്ട് കങ്കണമുണ്ടു കരങ്ങളിലും പെണ്ണുങ്ങൾ നെഞ്ചകം തന്നെ പിളർക്കുന്ന പുഞ്ചിരിയുണ്ടുടൻ കൂടെ കൂടെ ഉള്ളിലിണങ്ങിനെ നിന്നങ്ങു നോക്കുന്ന കള്ള നോക്കുണ്ടയോ മെല്ലെ മെല്ലെ കണ്ടുതില്ലെങ്കിലും കണ്ടുതില്ലെന്നതോ മിണ്ടല്ല ഞങ്ങളോടിങ്ങനെ നീ ഇണ്ടൽ പൂണ്ടങ്ങൾക്കു നെഞ്ചിൽ വരുന്നല്ലൽ കണ്ടാൽ നിനക്കു പൊറുക്കരുതേ. ഇപ്പം ഈ ഒരു ഭാഗത്തിലും ബാക്കി കൃഷ്ണൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നേരില്ല യാതൊരു കാന്തിയുണ്ടേ, അത് അവന് നല്ല മനോഹരമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള ഒരു ശോഭയാണ്. കാന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭയാണ് ആ ഒരു കൃഷ്ണനുള്ളത് എന്നാണ് പറയുന്നത്. ഇനി കുങ്കുമം കൊണ്ട് കുറിയിട്ടിട്ടുണ്ട്. കങ്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വള എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. വള കൈകളിലുണ്ടെന്ന്, കരങ്ങളിലുണ്ട്. പിന്നെ ആണെങ്കിൽ പെണ്ണുങ്ങളുടെ ഹൃദയം പിളർക്കുന്ന മാതിരി ഉള്ള പുഞ്ചിരിയാണ് നമ്മുടെ കൃഷ്ണനുള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. ഉള്ളിനിണങ്ങിനെ എന്നങ്ങു നോക്കുന്ന കള്ളനോക്കുണ്ടയ്യോ മെല്ലെ മെല്ലേന്ന്. അതായത് പെണ്ണുങ്ങളെയൊക്കെ അല്ല ആരെ കണ്ടു കഴിഞ്ഞാലും നിന്നെ എനിക്കിഷ്ടമാണ് എന്ന ഒരു മട്ടിലുള്ള കള്ളനോട്ടം ഉണ്ടെന്ന് പറയുന്നുണ്ട്. നീ കണ്ടില്ലെന്ന് ഞങ്ങളോട് പറയരുതെന്ന്. ആരോട്? കൈതേനോട് പറയുന്നതാണ്. കണ്ടുതില്ലെങ്കിലും കണ്ടുതില്ലെന്നതു മിണ്ടല്ല ഞങ്ങളോടിങ്ങനെ നീന്ന്. നീ ഇപ്പം കണ്ടില്ല എന്ന് ഞങ്ങളോട് പറയരുതെന്ന് അവരപേക്ഷിക്കാണ്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സങ്കടം അത് നിനക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് കൈതേനോട് തന്നെ ഈ ഒരു ഗോപസ്ത്രീകൾ പറയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അതാണ് ഇണ്ടൽ പൂണ്ടങ്ങൾക്കു നെഞ്ചിൽ വരുന്നല്ലൽ. വ്യസനം, ആ ഒരു വ്യസനത്തിനാണ് അല്ലൽ എന്ന് പറയുന്നത്. കണ്ടാൽ നിനക്ക് പൊറുക്കരുതേ, അത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് പൊറുക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇത്രയാണ് ഈ ഒരു കവിതയിലുള്ളത്. അതായത് ഗോപസ്ത്രീകൾ കൃഷ്ണനെ അന്വേഷിച്ചിട്ട് വൃന്ദാവനത്തിൽ മുഴുവൻ ചുറ്റുവാണ്. അപ്പം അവർ ആരൊക്കെയോടാണ് ചോദിക്കുന്നത്? ആദ്യം നമ്മുടെ മരങ്ങളോട് ചോദിച്ചു, അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന വള്ളികളോട് ചോദിച്ചു, പിന്നെ കുയിലിനോടും മയിലിനോടും മാനിനോടും എല്ലാവരോടും ചോദിച്ചു, ചക്രവാക പക്ഷികളോട് ചോദിച്ചു. പിന്നെ കൂടുതലായിട്ടും അവരുടെ ഇത്രയും വ്യസനം, അവരുടെ ഉള്ളിലുള്ള സങ്കടം ആരോടാണ്? അത്തീനോടാണല്ലേ അവർ പറയുന്നത്. ഇത്രയും സങ്കടങ്ങൾ പേരിടാൻ ഞങ്ങളിവിടെ നിൽക്കുന്നതെന്നും ഒക്കെ. അവസാന കൈതേനോട് നുണ പറയരുത്, ഇത്രയും മനോഹരമായിട്ടുള്ള കൃഷ്ണൻ്റെ രൂപമൊക്കെ വർണ്ണിച്ചു കൊടുത്തു. എന്നിട്ട് പറയുന്നുണ്ട്, അവനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവനെ ഈ ഒരു വഴി എങ്ങാനും പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് കൈതേനോട് ചോദിക്കുകയാണല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കവിതയിലുള്ളത്. നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. പിന്നെ ഉണ്ടല്ലോ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി കേട്ടോ. ഇവിടുന്ന് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ ഒരു കവിതാ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഹൃദയസ്ഥാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കൽ. അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അതിലൂടെ നിങ്ങൾക്ക് എന്തായാലും ഫൈനൽ എക്സാമിനായാലും നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആവാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. നമുക്ക് നോക്കാം. ചോദിച്ചു നീളെ നടന്നാരെ. ആരാണ് ചോദിച്ച് നടക്കുന്നതെന്ന്. അപ്പം നമുക്ക് പറയാം ഇതിൽ ആരാണ്. ഓപ്ഷൻസ് തന്നതിൽ കണ്ണൻ, കോകങ്ങൾ, ഗോപികമാർ, കോകിലങ്ങൾ. എന്തായാലും ചോദിച്ച് നടന്നിട്ടുണ്ടാവുന്നത് ഗോപികമാർ തന്നെയാണ് അല്ലേ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഗോപസ്ത്രീകൾ കണ്ണുനീരിൽ കുളിക്കാൻ കാരണം എന്താണെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അവർ നടന്ന് ഏറെ തളർന്നിരുന്നു. കൃഷ്ണൻ അവരെ ഉപേക്ഷിച്ച് പോയി. കൃഷ്ണനെ അന്വേഷിച്ചിട്ട് കണ്ടുകിട്ടിയില്ല. ചോദിച്ചവരാരും കൃഷ്ണനെ കണ്ടതായി പറഞ്ഞില്ല. അതായത് ഇവിടെയുള്ള ആൻസർ എന്തായിരിക്കും? കൃഷ്ണനെ അത് ചോദിച്ചവരാരും കൃഷ്ണനെ കണ്ടതായിട്ട് പറഞ്ഞില്ല എന്നതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തത് നമുക്ക് നോക്കാം. കുയിലിനെ കണ്ട ഗോപസ്ത്രീകൾ അവ കൃഷ്ണനെ കണ്ടു കാണുമെന്ന് ഊഹിക്കാൻ കാരണം എന്താണ്? നമുക്കിവിടെ ഒരു പാട്ടിൽ നമ്മുടെ കവിതയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. കുയിലിനെ കണ്ടിട്ട് കോകിലമേ ചൊല്ലി ഗോകുലനാഥനെ പോകുന്നതീ വഴി കണ്ടീലല്ലി ഓലക്ക മാണ്ടവൻ കോലക്കുഴലോടു ചാലപ്പടിച്ചയായി നീ എന്ന് തോന്നും. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. എന്താണ്? കോകിലത്തോട് ചോദിക്കുമ്പം നീ അവൻ്റെ കുയിലിൻ്റെ പാട്ട് കേട്ടാൽ
ഓടക്കുഴൽ കേട്ട് പഠിച്ചതാണെന്ന് തോന്നുമായിരുന്നു എന്നാണ് അല്ലേ ഗോപസ്ത്രീകൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസിൽ വരുന്നത് കുയിലിൻ്റെ പാട്ട് കേട്ടാൽ ഓടക്കുഴൽ കേട്ട് പഠിച്ചതാണെന്ന് തോന്നുമായിരുന്നു എന്നാണ് കേട്ടോ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. താഴെ പറയുന്നതിൽ ഏതാണ് ശരിക്കും സംഭവിച്ചത്? അച്യുതൻ പിച്ചകത്തെ തഴുകി, പിച്ചകത്തിന് രോമാഞ്ചമുണ്ടായി, പിച്ചകത്തിൽ മൊട്ടുകളുണ്ടായി, പിച്ചക മൊട്ടുകൾ അവയുടെ രോമാഞ്ചമായി മാറി. ഇതിലെന്താണ് സംഭവിച്ചത്? അതും നമ്മുടെ കവിതയിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ ഉണ്ട്. പിച്ചകമേ നീ ചൊല്ല അച്യുതൻ വന്നു നിന്നിച്ചയിൽ നിന്നെ തഴുകിനാനോ, മൊട്ടുകളാകിന കോൾമയിർ കൊണ്ടിത വട്ടത്തിൽ നിന്മയിൽ കാണാകുന്നു. എന്താണ് അവിടെ ആൻസറായിട്ട് വരുന്നത്? പിച്ചകത്തിൽ മൊട്ടുകളുണ്ടായെന്നാണ് അല്ലേ ഒരു ആൻസറായിട്ട് വരുന്നത്. അഞ്ചാമത്തെ നമുക്ക് നോക്കാം. കുന്തം കുമ്പിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ്. നന്ദസൂതൻ നിന്ദിച്ചത് കൊണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ കവിതയിലുണ്ട് കേട്ടോ, ഞാൻ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നന്ദസൂതൻ നിന്ദിച്ചത് കൊണ്ട്, നന്ദസൂതൻ്റെ പുഞ്ചിരിയോട് തോറ്റത് കൊണ്ട്, നന്ദസൂതനോട് നെഞ്ചിൽ വെറുപ്പുള്ളത് കൊണ്ട്, നന്ദസൂതനോട് ബഹുമാനമുള്ളത് കൊണ്ട്. എന്താണ് ആ ഒരു കവിതയിൽ നിങ്ങൾക്ക് കാണാം, നന്ദസൂതൻ്റെ പുഞ്ചിരിയോട് തോറ്റത് കൊണ്ടാണ് അല്ലേ കുന്തം കുമ്പിട്ട് അങ്ങനെ നിൽക്കാൻ കാരണം ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗോപസ്ത്രീകൾ തങ്ങളുടെ ദുഃഖത്തെ പറ്റി ഉള്ളു തുറന്ന് പറയുന്നത് ആരോടാണ്? അത്തിയോടല്ലേ. ബാക്കിയുള്ളവരോടൊക്കെ ചോദിക്കുകയാണല്ലേ ചെയ്യുന്നത്. കൃഷ്ണനെ കണ്ടോന്ന് ചോദിക്കുകയാണ് ചെയ്തത്. അത്തിയോട് മാത്രമാണ് അവർ ഉള്ളു തുറന്ന് ദുഃഖങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക കഴിഞ്ഞാൽ, കൃഷ്ണൻ്റെ പുഞ്ചിരിയുടെ സൗന്ദര്യം ധ്വനിപ്പിക്കുന്നത് ആരുമായി സംസാരിക്കുമ്പോഴാണ്? കുന്തത്തോട് സംസാരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് പുഞ്ചിരിയുടെ സൗന്ദര്യം ധ്വനിപ്പിക്കുന്നത് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. കൃഷ്ണൻ്റെ ലക്ഷണങ്ങൾ മുഴുവൻ ഗോപികമാർ ആരോടാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? അവസാന ഭാഗങ്ങളിൽ ആണ് കൃഷ്ണൻ്റെ ലക്ഷണങ്ങളൊക്കെ ഗോപികമാർ പറയുന്നത്. അത് ആരോടാണ് പറയുന്നത്? കൈതയോടാണ് പറയുന്നത് അല്ലേ. കൈതയോട് പറയുന്നവർ നുണ പറയരുതെന്ന്, എന്നിട്ടാണ് ഇത്രയും ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് കൈതയോടാണ്. ഇതിപ്പം 9ാമത്തെ നോക്കാം നമുക്ക്. താഴെ പറയുന്നതിൽ കൃഷ്ണൻ്റെ മാത്രം പ്രത്യേകതയായി പറയാവുന്നത്. കാർമുകിൽ പോലെ അവനു നിറം, കയ്യിൽ എപ്പോഴും ഓടക്കുഴലുണ്ട്, മെയ്യിൽ മാൺപുറ്റ പൂമ്പുമുണ്ട്, കാർക്കുഴലൊട്ടു കെട്ടിച്ചെന്നു. അപ്പോൾ കൃഷ്ണൻ്റെ മാത്രം പ്രത്യേകതയായി പറയുന്നുണ്ട്. ബാക്കിയെല്ലാം പലവർക്കും ഉണ്ടാവും അല്ലേ. ആ ഒരു ടൈമിൽ ഉള്ള ഏത് രാജാവിനായാലും അല്ലെങ്കിൽ രാജകുമാരനായാലും ആ ഒരു കാർമുകിൽ പോലത്തെ നിറം ഉണ്ടാവാം. പക്ഷേ ഓടക്കുഴൽ എപ്പോഴും നമ്മളുടെ കൃഷ്ണൻ്റെ കയ്യിൽ മാത്രമായിരിക്കും അല്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കയ്യിലെപ്പോഴും ഓടക്കുഴലുണ്ടെന്നാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യന് ആൻസറായിട്ട് വരുന്നത് നോക്കാം നമുക്ക്. എന്താണ്? കണ്ടില്ലെങ്കിലും കണ്ടില്ല എന്ന കാര്യം ഞങ്ങളോട് പറയരുത് എന്നും ഗോപസ്ത്രീകൾ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അവർക്കുണ്ടാവുന്ന ദുഃഖം കണ്ടാൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അല്ലേ. കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയും അല്ല, അത് തെറ്റാണ്. ഞങ്ങൾക്ക് വല്ലാത്ത ദുഃഖം ഉണ്ടാകും, അതുമല്ല ഞങ്ങൾക്കുണ്ടാകുന്ന ദുഃഖം കണ്ടാൽ നിനക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് കൈതേനോട് പറയുന്നുണ്ടല്ലേ. അപ്പം അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇപ്പോൾ ഗോപസ്ത്രീകൾ ആരോടെല്ലാണ് കൃഷ്ണനെ കുറിച്ച്? കോകിലങ്ങൾ, കുയിലിനോടും മയിലിനോടും ചക്രവാക പക്ഷികളോടും വൃക്ഷങ്ങളോടും അതിൻ്റെ വള്ളികളോടൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ബാണങ്ങളുടെ എന്ത് സ്വഭാവമാണ് ഗോപസ്ത്രീകൾ കാണിച്ചതെന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും? ബാണങ്ങളെ പോലെയാണ് ഗോപസ്ത്രീകൾ പാഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇതിൽ പറയുന്നത്, പ്രതിപാദിക്കുന്നത്. അപ്പം അത്തിയോട് ഗോപസ്ത്രീകൾ പറഞ്ഞ സങ്കടം എന്താണ്? ഇപ്പോൾ അതിൽ ശ്രീകൃഷ്ണനെ അവരെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ തോതിൽ വിരഹാഗ്നി അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ ഒരു തീയിൽ അവരുടെ അസ്ഥി പോലും കത്തിയെരിഞ്ഞിട്ട് ശരീരം മുഴുവന് അഗ്നിക്കിരയായിട്ട് മാറുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നതെന്നാണ് അത്തിയോട് ഗോപികമാർ പറഞ്ഞത്. അത്തിയോട് മാത്രമാണ് അവരുടെ അത്രയും വലിയ വ്യസനം അവർ പറഞ്ഞു തീർത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഗോപസ്ത്രീകളുടെ കൃഷ്ണപ്രേമം ഉന്മാദാവസ്ഥയോളം എത്തിയിരുന്നു. ഈ പാഠത്തിൽ എങ്ങനെ അത് മനസ്സിലാക്കാം, അത് വഹിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഗോപസ്ത്രീകളുടെ കൃഷ്ണപ്രേമ ഏതാണ്ട് എന്താണ് അത്രയും വലിയ പീക്ക് ലെവൽ തന്നെ ആയിരുന്നു അല്ലേ. അതിൻ്റെ ഒരു പ്രധാന തെളിവായിട്ട് കാട്ടിലുള്ള എല്ലാ വൃക്ഷലതാദികളോടും ജന്തുക്കളോടും കൃഷ്ണനെ പറ്റി തിരക്കുന്നത്, തെല്ലും പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത വൃക്ഷങ്ങളോടും ലതകളോടും വരെ അതിൽ വിട്ടിട്ട് അവർ സംസാരിക്കുന്നുണ്ടെന്ന് നമുക്കിതിലൂടെ വ്യക്തമായി കാണാൻ പറ്റുന്നതായിരിക്കും അല്ലേ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. കൃഷ്ണൻ
ശ്രീകൃഷ്ണൻ കേകികളെ സമീപിക്കുന്നത് എന്തിനു വേണ്ടി എന്നാണ് പറയുന്നത്. എന്താണ്, തങ്ങൾ നീളെ നടന്ന് കൃഷ്ണനെ അന്വേഷിച്ചു വന്ന് ഒരിടത്തും കണ്ടുകിട്ടില്ല എന്നും അതായത് പീലികൾക്ക് വേണ്ടിയിട്ടല്ലേ, അത് കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൃഷ്ണൻ അവയെ സമീപിക്കുന്നത് അല്ലേ. ഇനിയിപ്പോൾ ഗോപികമാർ കോകങ്ങളോട് എന്താണ് പറഞ്ഞത്? കൃഷ്ണന് തങ്ങൾ എല്ലാ സ്ഥലത്തും വൃന്ദാവനം മൊത്തം അന്വേഷിച്ചിട്ടും കൃഷ്ണനെ അന്വേഷിച്ച് നടന്നെന്നും ഒരിടത്തും കണ്ടുകിട്ടിയില്ല എന്നുമാണ് ഗോപികമാർ കോകങ്ങളോട് പറഞ്ഞത് അല്ലേ. പിന്നെ നമുക്കിവിടെ നോക്കാം, മേണം, കേകി, കോകം എന്നിവയിൽ ഏതിനോടാണ് കൃഷ്ണന് കൂടുതൽ ഇഷ്ടം? എന്തുകൊണ്ട്? കൂടുതൽ ഇഷ്ടം കേകിയോടാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ് എന്താണ്, മയിൽപ്പീലിയാണ് അല്ലേ. അപ്പം കൂടുതലും കേകികളോട്, കേകി എന്ന് വെച്ച് കഴിഞ്ഞാൽ മയിൽ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം തൻ്റെ മുടിക്കെട്ടിൽ അലങ്കാരമായി വെക്കുന്നത് മയിൽപ്പീലിയാണ്, അതുകൊണ്ട് കേകികളോടാണ് ഇഷ്ടമായി കാണിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അക്ഷരങ്ങൾ ഒരുപോലെ വരുന്ന 4 വരി എടുത്തെഴുതുക. അപ്പോൾ അത് നിങ്ങൾ ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു ഹോംവർക്ക് രൂപത്തിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു കവിതാഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉള്ളതാണെങ്കിൽ ചോദിക്കാവുന്നതാണ്. എന്തായാലും ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.